ഒരു സിനിമയിലെ ആക്ടർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ബ്രാൻഡ് നോക്കിയിട്ട് അതിന്റെ വില്ലനാണോ അല്ലേന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നൈസ് ഔട്ട് എന്നുള്ള ഹോളിവുഡ് പടത്തിന്റെ ഡയറക്ടർ വാനിറ്റി ഫെയറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ഇത് പറഞ്ഞത്. ആപ്പിളിന്റെ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ച്. മിക്കവാറും വലിയ ഹോളിവുഡ് മൂവീസിലൊക്കെ ആപ്പിൾ പ്രൊഡക്റ്റ് പ്ലേസ്മെന്റ് ചെയ്യാറുണ്ട്. അവരെന്നെ ഡിവൈസ് കൊടുക്കും, ഐഫോണൊക്കെ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു അലിഖിത നിയമമുണ്ട്. അതായത് ഈ ഐഫോൺസ് വില്ലൻസിനോ ബാഡ് ക്യാരക്ടേഴ്സിനോ യൂസ് ചെയ്യാൻ പാടില്ല. അത് അവരുടെ ബ്രാൻഡിനെ അഫക്റ്റ് ചെയ്യും. But, and this is very pivotal if you're ever watching a mystery movie, bad guys cannot have iPhones on camera. So, oh no! ഇത് എല്ലാ സിനിമകളിലും ഇല്ല. ആപ്പിള് ബ്രാൻഡ് പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്ന സിനിമകളിൽ മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ജോൺ വിക്കിലെ വില്ലൻ ഒരു നായെ കൊല്ലുന്ന ആള് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2015 ആൻഡ്മാനിലെ ഒരു ബാഡ് ക്യാരക്ടർ ഇതുപോലെ ആപ്പിൾ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരൊന്നും ബ്രാൻഡ് പ്ലേസ്മെന്റിന് ആപ്പിളുമായിട്ട് സഹകരിച്ചിട്ടുണ്ടാവില്ല. ഈ ബ്രാൻഡ് പ്ലേസ്മെന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ നോക്കിയാൽ BMW പാർട്ട്ണർ ചെയ്ത്, അപ്പോൾ ഈഥൻ ഹണ്ട് ഓടിക്കുന്ന വാഹനങ്ങളെല്ലാം മിക്കവാറും BMW ആയിരിക്കും. അത് ക്രാഷ് ചെയ്യാം, തകരാം, പക്ഷെ അതൊക്കെ ഒരു ഹീറോയിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. റിലയബിൾ ആയിട്ടുള്ള കാർ. അതേ സിനിമകളിൽ വില്ലന്മാർ യൂസ് ചെയ്യുന്നത് അൺമാർക്ക്ഡ് ആയിട്ടുള്ള കാറുകളോ SUVs ആയിരിക്കും. നമ്മുടെ ജെയിംസ് ബോണ്ട് സീരീസുകളിൽ എടുത്താലും ആസ്റ്റൺ മാർട്ടിൻ കാലങ്ങളായിട്ട് ജെയിംസ് ബോണ്ടിന്റെ കാറാണ്. സോ ജെയിംസ് ബോണ്ട് ആ കാർ കൊണ്ട് എന്ത് ചെയ്താലും നമുക്കൊരു ഹീറോയിസ് ആയിട്ടേ തോന്നുള്ളൂ. ഇതേ സിനിമകളിൽ തന്നെ വില്ലൻസ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ആസ്റ്റൺ മാർട്ടിൻ ആവില്ല. കാരണം ആസ്റ്റൺ മാർട്ടിന്റെയും BMWന്റെയും പ്രൊഡക്റ്റ് പ്ലേസ്മെന്റും പോളിസീസും അത് പ്രിവെന്റ് ചെയ്യുന്നു. സ്കൈഫാൾ എന്നുള്ള ജെയിംസ് ബോണ്ട് മൂവിയിലാണ് ലോകത്തെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പ്ലേസ്മെന്റ് നടന്നത്, അതും ഒരു ബിയർ. ഈ സ്കൈഫാളിലെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ജെയിംസ് ബോണ്ട് ബിയർ കുടിക്കുന്നുണ്ട്, ഹെനിക്കൻ ബിയർ. അതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് ഈ ഐക്കോണിക് ക്യാരക്ടറെ കുടിക്കുന്നത് മാർട്ടീനിയാണ്. Dry martini. Oui, monsieur. Wait. അപ്പോൾ ഈ ക്യാരക്ടറിനെ കൊണ്ട് ബിയർ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് $40 million ആണ് ഓഫർ ചെയ്തത്. ആ പടത്തിന്റെ മൊത്തം ബജറ്റ് $200 million ആണ്. അപ്പോൾ ഫാൻസിനൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ജെയിംസ് ബോണ്ട് ബിയർ കുടിച്ചു കഴിഞ്ഞാൽ ആ മാസ്കുലാനിറ്റി, ആ ഹീറോയിസം അതിനൊക്കെ അഫക്ട് ചെയ്യുമെന്നുള്ളത്. പക്ഷേ ഈ ബ്രാൻഡ് കറക്റ്റായിട്ട് പറഞ്ഞു, അങ്ങനെ കുടിച്ച് സോബറായിട്ട് അഭിനയിക്കണം. മാത്രമല്ല ആ പെർട്ടിക്കുലർ മൂവിയിൽ വില്ലന്മാരാരും ഈ പെർട്ടിക്കുലർ ഹെനിക്കൻ യൂസ് ചെയ്യുന്നില്ല. വേറെ അൺമാർക്ക്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് നോക്കിയാണ് ഡ്രിങ്ക് ചെയ്യുന്നത്. മൂവി ഹ്യൂജ് സക്സസ് ആയി, ഹെനിക്കൻ്റെ സെയിലും ഇൻക്രീസ് ചെയ്തു. ഇനി സ്റ്റെൽത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഈ കോട്ട ഫാക്ടറി പോലത്തെ സീരീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡൺസോ, സൊമാറ്റോ, ഈ ബ്രാൻഡുകളൊക്കെ കാഷ്വൽ ആയിട്ട് അപ്പിയർ ചെയ്യും. നമ്മൾ അത്രയും യൂസ്ഡ് ആയതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ല. ബട്ട് ദർ ഇസ് എ മാർക്കറ്റിംഗ് ബിഹൈൻഡ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് മൂവീസിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. താങ്ക് യു.